നമസ്തേ. കേരള സാക്ഷരതാ മിഷൻ്റെ +1 തുല്യത പഠിതാക്കൾക്ക് വേണ്ടി ഹിന്ദിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. ഇതിനു മുമ്പുള്ള 4 പാഠഭാഗങ്ങൾ ട്യൂട്ടോറിയൽ യൂട്യൂബിൽ ക്ലാസ് കണ്ടിട്ട് ഒത്തിരി പേര് കമൻസ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല അഭിപ്രായം ആയതുകൊണ്ടും ഇനിയും ക്ലാസ്സുകൾ ഇതുപോലെ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടുമാണ് ഒരിടവേളയ്ക്ക് ശേഷം 5ാമത്തെ ചാപ്റ്റർ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വരുന്നത്. അപ്പം 5ാമത്തെ ചാപ്റ്റർ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ പരീക്ഷ മെയ് 3-ാം തീയതി ആരംഭിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. കോവിഡ് സിറ്റുവേഷൻ കാരണം നടത്താൻ പറ്റിയില്ല. അതിങ്ങനെ നീണ്ടുപോവുകയാണ്. ജൂൺ മാസത്തിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫോക്കസ് ഏരിയ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവും. അപ്പം 80 മാർക്കിൻ്റെ ചോദ്യപേപ്പറാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് 160 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഴുതാനായിട്ട് ഉണ്ടാവും. ഈ 160 മാർക്കിൽ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് ആദ്യത്തെ 6 പാഠങ്ങൾ ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ബാക്കി 4 പാഠങ്ങൾ ഇല്ലാതല്ല, അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല, വെയിറ്റേജ് കൊടുക്കുന്നില്ല. 60% ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ 80% ക്വസ്റ്റ്യൻസ് ഈ ആദ്യത്തെ പാഠഭാഗത്തിൽ നിന്ന് വരുന്നു. പിന്നീടുള്ള 20% അല്ലെങ്കിൽ 40% അടുത്ത പാഠം. അപ്പോൾ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള പാഠഭാഗങ്ങളിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഏക് ദിൻക എന്നുള്ള കവിത, അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയൗണ്ട്, കശ്മീരി സേബ് എന്ന പ്രേംചന്ദിൻ്റെ കഹാനി കഥ, ഇതിഹാസ രച എന്നുള്ള ഒരു ട്രാൻസ്ലേഷൻ പാസേജ്, രോഹിത് ശർമ്മയുടെ ഡബിൾ സെഞ്ചുറി, വൺഡേയിലെ ആദ്യത്തെ ഡബിൾ സെഞ്ചുറിയുടെ തർജിമ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. 4 നിശബ്ദ് എന്ന് പറയുന്ന ഒരു കവിത. ഇത്രയുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 5ാമത്തെ പാഠം മേരാ സപ്ന ഹൈ എന്നുള്ള ഭാഷൺ, പ്രസംഗം. ആരുടെ പ്രസംഗമാണ്? മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. അപ്പോൾ ഈ യൂട്യൂബ് ക്ലാസ് കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണം. പേജ് നമ്പർ 46 കയ്യിലെടുത്തിട്ടുണ്ടാവണം. ഞാനിതിൻ്റെ പദാനുപദ തർജ്ജിമയാണ്, മലയാളത്തിലോട്ടുള്ള ആശയവിനിമയം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു റെഗുലർ ക്ലാസ്സിൽ എടുക്കുന്ന പോലെയുള്ള ഇത് നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ആശയവിനിമയവും നിങ്ങൾക്ക് സൗകര്യം പോലെ പഠിക്കാനും കേട്ടും വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ഒരു അവസരം ഈ യൂട്യൂബ് ക്ലാസ്സുകളിലൂടെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മേര സപ്ന ഹൈ ഭാഷ, എൻ്റെ സ്വപ്നമാണ്, മൈ ഡ്രീം എന്നുള്ള ഈ ഒരു പ്രസംഗം മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ആണ് പറഞ്ഞിരിക്കുന്നത്. ആ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ ഈ പ്രസംഗത്തിലൂടെ നമുക്കൊന്ന് പോകാം. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പ്രൊഫൈൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, പഠിച്ചു വെച്ചോണം. 5 മാർക്കാണ്. മാർട്ടിൻ ലൂതർ किंग 1929 अटलांटा, 1929 को अटलांटा जॉर्जिया, अमेरिका के अटलांटा जॉर्जिया में उनका जन्म हुआ. उनकी प्रमुख रचना आत्मकथा है. मार्टिन लूथर किंग जूनियर नामक एक आत्मकथा उन्होंने लिखी है. അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ന് പറഞ്ഞൊരു ആത്മകഥയുണ്ട്. 1964 नोबेल पुरस्कार से सम्मानित है. 1964 1964 में उनको नोबेल पुरस्कार मिला है. और 1977 में 1977 में अमेरिका के राष्ट्रपति पुरस्कार भी उन्हें प्राप्त हुई है. तो मार्टिन लूथर किंग जूनियर कौन है? उनका भाषण पढ़ने से हमें क्या लाभ है? आदि हम इस भाषण से समझेंगे. മാർട്ടിൻ ലൂതർ കിങ് ആരാണ്? അദ്ദേഹത്തിൻ്റെ പ്രസംഗം മേരാ സപ്ന ഹൈ എന്നുള്ള പ്രസംഗത്തിൽ അദ്ദേഹം എന്താണ് വിഭാവന ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഡ്രീം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പം അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുള്ള അമേരിക്കയെ കുറിച്ചുള്ള കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. മേരാ സപ്ന ഹൈ. ഈ പാഠം പഠിക്കുന്നതിനുള്ള ഒരു ഉദ്ദേശം കൊണ്ട് നമ്മൾ ഈ +1 പഠിക്കുന്ന നിങ്ങൾ ഓരോ പഠിതാക്കളും മേരാ സപ്ന ഹൈ എന്നുള്ള ഒരു വിഷയം പ്രസംഗ രൂപേണ അവതരിപ്പിക്കണം. അത് CE മാർക്കാണ്, ഇന്റേണൽ മാർക്കാണ്. മേരാ സപ്ന ക്യാ ഹൈ, मैं कौन बनना चाहता, എൻ്റെ സ്വപ്നം എന്താണ്, ഞാൻ ആരാകാൻ ആഗ്രഹിക്കുന്നു. അത് ഹിന്ദിയിൽ തയ്യാറാക്കി അവതരിപ്പിച്ച് നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ അറിയിക്കുകയോ ഓൺലൈനായിട്ട് വാട്സാപ്പൊക്കെ ചെയ്യാൻ തയ്യാറാകേണ്ടതാണ്. അപ്പോഴാണ് ഇന്റേണൽ മാർക്ക് അതിന് പ്രസക്തിയുള്ളത്. നോക്കാം ഈ പാഠത്തിൻ്റെ തർജ്ജമ ഇങ്ങനെയാണ്. മേരാ സപ്ന ഹൈ. മിത്രോं, आज आपसे मैं ये कहता हूँ
भले ही हम आजकल कठिनाइयों का सामना कर रहे हैं, फिर भी मेरा एक सपना है, एक ऐसा सपना जिसकी जड़ें अमेरिकी सपने में निहित है. पेज नंबर 46 46. मित्रों, फ्रेंड्स, आज आपसे मैं ये कहता हूं, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുക എന്ത്, भले ही हम आजकल कठिनाइयों का सामना कर रहे हैं, നമ്മളിന്ന് ശരിക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. फिर भी मेरा एक सपना है, എന്നാലും എനിക്കൊരു സ്വപ്നമാണ്. एक ऐसा सपना जिसकी जड़ें अमेरिकी सपने में निहित है. ഇങ്ങനത്തെ ഒരു സ്വപ്നമാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ അതിന്റെ വേരുകൾ ജടേം അമേരിക്കി സ്വപ്നമേ നിഹിത, അമേരിക്കൻ സ്വപ്നത്തിലാണ്, അത് അമേരിക്കക്കാരന്റെ സ്വപ്നമായിട്ടായിരിക്കും അടങ്ങിയിരിക്കുക. नेक्स्ट पैराग्राफ. मेरा एक सपना है कि एक दिन यह देश ऊपर उठेगा और सही मायने में अपने सिद्धांतों को जी पाएगा. എന്റെ ഒരു സ്വപ്നം ഇതാണ്, ഒരു ദിവസം ഈ ദേശം ഉയർത്തെഴുന്നേൽക്കും. और सही मायने में ശരിയായ ദിശയിൽ अपने सिद्धांतों को जी पाएगा, തന്റെ സിദ്ധാന്തങ്ങളെ അതിജീവിക്കും, അതിനെ പാസാക്കിയെടുക്കും. हम इस सत्य को प्रत्यक्ष मानते हैं कि सभी इंसान बराबर पैदा हुए हैं. നമ്മൾ ഈ സത്യത്തിനെയാണ് പ്രത്യക്ഷം മാനത്തെ हैं, പ്രത്യക്ഷമായിട്ട് കണക്കാക്കുകയാണ്. എങ്ങനെ? कि सभी इंसान बराबर पैदा हुए हैं, എല്ലാ മനുഷ്യരും തുല്യരാണ്. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും തുല്യരാണ്. ഒരാൾക്ക് പകരം ഒരാൾ അല്ലെങ്കിൽ ഒരാൾക്ക് മേലെ ഒരാൾ ഇല്ല, എല്ലാവരും തുല്യരാണ്. ഓൾ ആർ ഈക്വൽ എന്നുള്ള കൺസെപ്റ്റാണ് നമ്മുടെ മുന്നിൽ മാർട്ടിൻ ലൂഥർ കിംഗ് ജൂനിയർ അവതരിപ്പിക്കുന്നത്. मेरा एक सपना है कि एक दिन जॉर्जिया के लाल पहाड़ों में पूर्व गुलामों के पुत्र और गुलाम मालिकों के पुत्र भाईचारे के मेज पर एक साथ बैठ सकेंगे. എന്റെ ഒരു സ്വപ്നം എന്താണെന്ന് വെച്ചാൽ, ഒരേ ഒരു ദിവസം ജോർജിയ, അമേരിക്കയിലെ ജോർജിയ എന്ന് പറയുന്ന നഗരത്തിലെ ലാൽ പഹാഡവും ചുവന്ന പർവ്വതങ്ങളിൽ കെ പൂർവ് ഗുലാമോം കെ പുത്ര, അടിമകൾ, അവിടെ അടിമകളുടെ മക്കളും और ഗുലാം മാലിക്കോം കെ പുത്ര, അടിമകളായിട്ട് ഇരിക്കുന്ന മാലിക് യജമാനന്മാരുടെ മക്കളും ഭായിചാരയ്ക്ക് മേസ് പർ, സാഹോദര്യത്തിന്റെ മേശയിൽ ചുറ്റും एक साथ बैठ सकेंगे, ഒരിക്കൽ ഇരിക്കാൻ സാധിക്കും. मेरा एक सपना है कि एक दिन मिसिसिपी राज्य भी जहां अन्याय और अत्याचार की तपिश है एक आजादी और न्याय के नखलिस्तान में बदल जाएगा. എന്റെ വേറൊരു സ്വപ്നം എന്താണെന്ന് വെച്ചാൽ, एक दिन मिसिसिपी राज्य भी, मिसिसिपी എന്ന് പറയുന്ന സംസ്ഥാനവും जहां अन्याय और अत्याचार की तपिश है, अन्याय और अत्याचार എന്ന് പറഞ്ഞാൽ അന്യായങ്ങളും അത്യാചാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിക്രമങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശം. एक आजादी और न्याय के नखलिस्तान में, സ്വാതന്ത്ര്യത്തിന്റെയും ന്യായത്തിന്റെയും ഒരു നഖലിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും മരുഭൂമിയല്ല, ജലസ്ഥാൻ മേ ബദൽ ജായേഗ, ജീവസ്ഥലമായി മാറും, ജീവജാലകങ്ങൾ അടങ്ങുന്ന അല്ലെ ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമായി മാറുമെന്ന് ഞാൻ സ്വപ്നം കാണുന്നു. मेरा एक सपना है, അടുത്ത സ്വപ്നം, कि एक दिन मेरे चारों छोटे बच्चे एक ऐसे देश में रहेंगे जहां उनका मूल्यांकन उनकी चमड़ी के रंग से नहीं बल्कि उनके चरित्र की ताकत से किया जाएगा. ഇവിടെ നഖലിസ്ഥാന്റെ അർത്ഥം ഞാൻ പറയാൻ വിട്ടുവെങ്കിൽ മരുപ്പച്ച, അതാണ് ജീവനുള്ള സ്ഥലം എന്ന് പറഞ്ഞു. തപിഷിന്റെ അർത്ഥം ഹീറ്റ്, ചൂട്. ഗുലാം സ്ലേവ്. സഹി മായനേമേ എന്ന് പറഞ്ഞാൽ വാസ്തവം. ഇതാണ് അർത്ഥം. അപ്പോ എന്റെ ഒരു സ്വപ്നം, ഒരു ദിവസം മിസിസിപ്പി സംസ്ഥാനവും അവിടെ അന്യായങ്ങളും അത്യാചാരങ്ങളും ആണരുളുന്ന ഒരു അതിന്റെ ചൂടോടുകൂടി അടങ്ങിയിരിക്കുന്ന ഒരു പ്രദേശത്ത് സ്വാതന്ത്ര്യത്തിന്റെയും ന്യായത്തിന്റെയും ഒരു മരുപ്പച്ച അവിടെ എത്തിയിരിക്കും. ആ രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയണമേ എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. എൻ്റെ മറ്റൊരു സ്വപ്നം, एक दिन मेरे चारों छोटे बच्चे, എൻ്റെ 4 മക്കളും एक ऐसे देश में रहेंगे, ഇങ്ങനത്തെ ഒരു ദേശത്തിരിക്കണം. എങ്ങനെ? जहां उनका मूल्यांकन उनकी चमड़ी के रंग से नहीं
बल्कि उनके चरित्र की ताकत से किया जाएगा. അമേരിക്കയിലെ കറുത്തവരെന്നും വെളുത്തവരെന്നും പറഞ്ഞ് മത്സരം കുറേ വർഷങ്ങളായിട്ട് നടക്കുകയാണ്. അല്ലെങ്കിൽ കറുത്തവർക്കും വെളുത്തവർക്കും ഒരു വംശീയ അധിക്ഷേപം നടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ അങ്ങനത്തെ വംശീയ അധിക്ഷേപം നടക്കുന്ന ആ പ്രദേശത്ത് ഒരു കാരണവശാലും കറുത്തവരെന്നോ വെളുത്തവരെന്നോ മുദ്രകുത്താതെ എല്ലാവരും ഒരേ തരക്കാർ എന്നുള്ള രീതിയിൽ ഉള്ള കൺസെപ്റ്റ് അവിടെ പുലരട്ടെ, അങ്ങനെ ഒരു പുലരി അവിടെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്, അല്ലെങ്കിൽ സ്വപ്നം കാണുകയാണ്. എൻ്റെ 4 മക്കളും ഈ ദേശത്തിലിരിക്കണം. അവിടെ അവരുടെ മൂല്യാങ്കൻ, ഇവാലുവേഷൻ ഉനക്ക് ചമടയ്ക്ക് രംഗസേനെങ്കിൽ അവരുടെ തൊലിപ്പുറത്തെ നിറം വെച്ചല്ല അവരെ മനസ്സിലാക്കേണ്ടത്. പിന്നെയോ ഉനക്ക് ചരിത്രക്ക് താക്കത്ത് സെ കിയാ ജായേഗ, അവരുടെ സ്വഭാവത്തിൻ്റെ താക്കത്ത്, ശക്തി വെച്ചിട്ട് വേണം അവരെ തിരിച്ചറിയേണ്ടത്. അങ്ങനെയുള്ളൊരു സ്വപ്നം, അങ്ങനെയുള്ളൊരു രാജ്യം, അങ്ങനെയുള്ളൊരു സംസ്ഥാനം ഞാൻ സ്വപ്നം കാണും. മേരാ ഏക് സപ്ന ഹൈ कि एक दिन അൽബാമ में, ഓരോ സ്ഥലങ്ങൾ പറയാണ്, ജോർജിയ, മിസിസിപ്പി, അൽബാമ എല്ലാം പറഞ്ഞിട്ടിരിക്കുകയാണ്. എല്ലാം അമേരിക്കയിലെ പ്രദേശങ്ങളാണ്, സംസ്ഥാനങ്ങളാണ്. मेरा एक सपना है कि एक दिन अल्बामा में जहां भ्रष्ट जातिवाद है, അൽബാമയിൽ അവിടെ ഭ്രഷ്ട ജാതിവാദാണ്, കറപ്റ്റഡ് ജാതിവാദ, ജാതീയ അധിക്ഷേപമാണ്. जहां राज्यपाल, गवर्नर के मुख से बस बीच बचाव और संघीय कानून को न मानने के शब्द निकलते हैं. അൽബാമയിൽ തികച്ചും കറപ്റ്റഡ് ആയിട്ടുള്ള ജാതീയ വംശീയ അധിക്ഷേപമുണ്ട്. അവിടെ ഗവർണറുടെ മുഖത്ത് നിന്നും ബസ് ബീച്ച് ബച്ചാവ്, രക്ഷപ്പെടുത്താനും അവരുടെ ഇടയിലുള്ള ആ സംഘീയ ജാതിവാദവും സംഘീയ കാനൂൻ, ഗ്രൂപ്പായിട്ടുള്ള നിയമം, സംഘീയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് സാമൂഹിക നിയമവും ഞാൻ മാന്നേക്ക് ശബ്ദം നികൽത്തെ, മനസ്സിലാക്കാതിരിക്കാനുള്ള വാക്ക് എന്നിറങ്ങുന്നു. एक दिन उसी अल्बामा में छोटे छोटे अश्वेत लड़के और लड़कियां, छोटे छोटे श्वेत लड़के और लड़कियों का हाथ भाई बहन के स्थान थाम सकेगी. വലിയൊരു സെന്റൻസാണ്. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ സ്വപ്നം കണ്ടോ? എന്താണ്? ഞാൻ ഇങ്ങനത്തെ ഒരു സ്വപ്നമാണ് കാണുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ, എവിടെയാണോ അൽബാമയില് ഭ്രഷ്ടമായ ജാതിവാദമുള്ളത്, വംശീയ അധിക്ഷേപമുള്ളത്, അവിടെ ഗവർണറുടെ മുഖത്ത് നിന്ന് കേവലം സാമൂഹികമായ നിയമത്തിനോ അല്ലെങ്കിൽ സാമൂഹികമായ ഇടപെടൽക്കോ അല്ലാതെ ഞാൻ മാന്നേക്ക ശബ്ദം നികൽത്തെ, അംഗീകരിക്കാതിരിക്കാനുള്ള ഒരു വാക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം ഉസി അൽബാമയിൽ, ആ അൽബാമയിൽ ചോട്ടെ ചോട്ടെ അശ്വേതിലെടുക്കി, ചെറിയ ചെറിയ, അശ്വേത എന്ന് പറഞ്ഞാൽ വെളുത്തതിന് ഓപ്പോസിറ്റ്, ബ്ലാക്ക് എന്ന് പറയാം, കറുത്ത, കറുത്ത ആൺകുട്ടികളും പെൺകുട്ടികളും ചോട്ടെ ചോട്ടെ ശ്വേതിലെടുക്കുകയോ ലടുക്കിയോ കാ ഹാത്ത്, ചെറിയ ചെറിയ ശ്വേതിലെടുക്കുകയോ ലടുക്കിയോ കെ ഹാത്ത്, ചെറിയ ചെറിയ വെള്ള ആൺകുട്ടികളുടെയും വെളുത്ത പെൺകുട്ടികളുടെയും കൈകൾ ഭായി ബഹൻ കെ സമാൻ താം സക്കേങ്കി, സഹോദരി സഹോദരന്മാരെ പോലെ. എന്നാണ് ഒരു കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരായ കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം ചേർന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ പരസ്പരം കൈ കൊടുക്കുന്നത് എന്ന് കാണാൻ ഞാൻ സ്വപ്നം കാണുന്നു. മേരാ ഏക് സപ്ന ഹൈ, തീർന്നില്ല, ഓരോരോ സ്വപ്നങ്ങൾ, ഓരോ സെന്റൻസും ഓരോ സ്വപ്നങ്ങളാണ്. എന്താണ്? മേരാ ഏക് സപ്ന ഹൈ कि एक दिन हर एक घाटी ऊंची हो जाएगी, ഓരോ ദിവസവും ഓരോ താഴ്വാരങ്ങളും ഉയർന്നു നിൽക്കണം. ഹർ ഏക് ഘാട്ടി, താഴ്വരകൾ, ഊഞ്ചി ബൻ ജായേഗി, ഉയർന്നു നിൽക്കണം. ഹർ ഏക് പഹാഡ് നീച്ചെ ഹോ ജായേഗ, ഓരോ പർവ്വത നിരകളും ഉയർന്ന സ്ഥലങ്ങളെല്ലാം താഴെയാകും. ബേഠങ്കെ സ്ഥാൻ സപാട്ട് ഹോ ജായേഗി, ബേഠങ്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പോകുന്ന വഴികളെല്ലാം സപാട്ട് ഹോ ജായേഗി, സ്ട്രെയിറ്റുമായി മാറുക. और टेटे मेटे रास्ते सीधे हो जाएंगे, टेटे मेटे रास्ते, വളഞ്ഞും പുളഞ്ഞും തിരിഞ്ഞും ഉള്ള വഴികളെല്ലാം നേരെയായി മാറും. और तब ईश्वर की महिमा दिखाई दे, അപ്പോഴാണ് എല്ലാവരും സമൻ തുല്യരാകുമ്പോഴാണ് ഈശ്വരന്റെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കുക. और सभी मनुष्य उसे एक साथ देखेंगे, എല്ലാ മനുഷ്യരും അവരെ ഒന്നായിട്ട് കാണുകയും ചെയ്യും. അപ്പോൾ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അൽബാമയിലെ ഗവർണർ കറുത്തവർക്കും വെളുത്തവർക്കും ഇടയിൽ സംഘീയ കാനൂൻ, ഫെഡറൽ ലോ പ്രകാരം സമചൗത്ത,
ഒരു അണ്ടർസ്റ്റാൻഡിങ്, ബീച്ച് ബച്ചാവ് എന്ന് കൊണ്ടുവരുന്നുവോ എന്ന് കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരായ കുട്ടികളും ആൺകുട്ടികളും പരസ്പരം കെട്ടിപ്പിടിക്കുന്നുവോ, അല്ലെങ്കിൽ പരസ്പരം കൈ കൊടുക്കുന്നുവോ, പരസ്പരം മനസ്സിലാക്കുന്നുവോ, അല്ലെങ്കിൽ എന്ന് ഓരോ താഴ്വാരങ്ങളും ഉയർച്ചയിലോട്ട് വരുന്നുവോ, അല്ലെങ്കിൽ ഓരോ പർവ്വത നിരകളും താഴ്വാരങ്ങളായി മാറുകയോ, വളഞ്ഞതും പൊളഞ്ഞതുമായ വഴികൾ എന്ന് സ്ട്രേറ്റ് ആവുന്നുവോ, അല്ലെങ്കിൽ ചിന്നിച്ചെതറി കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം ഒന്നിക്കുന്നുവോ, അന്നാണ് ഈശ്വരന്റെ മഹത്വം അവിടെ കാണാൻ കഴിയുക എന്ന് സ്വപ്നം കാണും. അവർ സബീ മനുഷ്യസെ ഏക് സാഥ്, അപ്പോഴേ രാജ്യം ഒറ്റക്കെട്ടാണ്, മനുഷ്യർ ഒറ്റക്കെട്ടാണെന്നുള്ള ഒരു വസ്തുത മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇസി വിശ്വാസ് കെ സാത്ത് മേ ദക്ഷിൺ വാപസ് ജാऊंगा, ഈ വിശ്വാസത്തോടു കൂടി ഞാൻ തെക്കൻ അമേരിക്കയിലോട്ട് പോവുകയാണ്. ഇസി വിശ്വാസെ ഹം നിരാശാ കെ പർവ്വത് കോ ആശാ കെ പത്തർ സെ കാട്ട് പാएंगे, ഈ വിശ്വാസം കൊണ്ട് നമ്മൾ നിരാശാക്കെ പർവ്വതക്കോ, നിരാശയാകുന്ന പർവ്വതത്തിനെ ആശയാകുന്ന കല്ലുകൊണ്ട് മുറിക്കാൻ പറ്റും. ആശയാകുന്ന കല്ലുകൊണ്ട്, വലിയ സെന്റൻസ് ആയിരുന്നു. നിരാശയാകുന്ന വിശ്വാസത്തിന് നടക്കത്തില്ല എന്ന് കരുതുന്ന ആ ഒരു വിശ്വാസം, അത് നിരാശയെ പ്രതീകമാണ്. ആ നിരാശയെ നടക്കും എന്നുള്ള ഒരാശയുടെ കല്ലുകൊണ്ട് ഞാൻ മുറിച്ചു മാറ്റാം. इसी विश्वास से हम कलह के कोलाहल को भाईचारे के मधुर स्वर में बदल पाएंगे, ആ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ. ആ വിശ്വാസം കൊണ്ട് നമ്മൾ കലഹിക്കുന്ന അല്ലെങ്കിൽ കോലാഹലം, എല്ലാവരും തമ്മിൽ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ ആകെ ഭായിച്ചാരയ്ക്ക് മധുർ, സാഹോദര്യത്തിന്റെ മധുര സ്വരമേ ബദൽ പാएंगे, മധുരമരമായ വാക്കിലോട്ട് നമ്മൾ അതിനെ മാറ്റിയെടുക്കട്ടെ. इसी विश्वास से हम एक साथ काम कर पाएंगे, ഈ വിശ്വാസത്തോടുകൂടി നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യും. പൂജ कर पाएंगे, ഒരുമിച്ച് പൂജ ചെയ്യും. സംഘർഷ് कर पाएंगे, ഒരുമിച്ച് സംഘർഷവും ചെയ്യും. साथ जेल जा पाएंगे, ഒരുമിച്ച് ജയിലിലോട്ട് പോകാം. और यह जानते हुए कि हम एक दिन मुक्त हो जाएंगे, ആ ജയിലിലോട്ട് പോകുമ്പോഴും നമുക്കൊരു വിശ്വാസമുണ്ട്, ആശയം നമ്മൾ എന്താവും, ഒരു നാൾ നമ്മൾ മുക്തരാവും, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. हम स्वतंत्रता के लिए साथ साथ खड़े हो पाएंगे, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കും എന്നുള്ളൊരു സ്വപ്നം നമുക്ക് കാണും. എല്ലാവരും ഒന്നാണ്, നാം ഒന്നാണ്, നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു ചിന്ത നമ്മൾ ഓരോരുത്തരിലും വരട്ടെ എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. ഇതോടുകൂടി ആ പ്രഭാഷണം തീരുകയാണ്. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ അതിപ്രശസ്തമായ പ്രസംഗത്തിന്റെ ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾക്കിവിടെ വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? 2-3 പ്രാവശ്യം ഈ ക്ലാസ് കേട്ടു നോക്കുക, എന്നിട്ട് പാഠം വായിച്ചു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലാവും. ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോകാം. 1 പേജ് നമ്പർ 48. അത് സാരാംശം മനസ്സിലാക്കിയിട്ട് പോകാം. ഓക്കെ, प्रसंगത്തിന്റെ सारांश, भाषण का सारांश। प्रस्तुत भाषण में मार्टिन लूथर किंग जूनियर अमेरिका के स्वतंत्र होने का सपना देखते हैं। മാർട്ടിൻ ലൂതർ കിങ് ഈ പ്രസംഗത്തിൽ അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതാണ് സ്വപ്നം കാണുന്നത്. വേ അമേരിക്കയ്ക്ക് ഉസ് സ്വതന്ത്രത കാ സപ്ന ദേഖ്തേ ഹൈ, അമേരിക്കയിലെ ആ സ്വാതന്ത്ര്യത്തിനാണ് സ്വപ്നം കാണുന്നത്. ഏതെന്ന് വെച്ചാൽ ജഹാ ഊഞ്ച് നീച്ച് കാ ഭേദ് നഹി, അവിടെ ഉയർന്നവരെന്നോ താഴ്ന്നവരെന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെയും ജഹാ കാലേ ഗോരേ കാ ഭേദ് നഹി, അവിടെ കറുത്തവരെന്നോ വെളുത്തവരെന്നോ എന്ന വ്യത്യാസം ഇല്ലാത്ത ഒരു കാലത്തെയാണ് സ്വപ്നം കാണുന്നത്. സബി ദേശവാസി ഏക് സാത്ത് രഹേംഗെ, എല്ലാ ദേശവാസികളും ഒരുമിച്ച് താമസിക്കുമെന്നും ജഹാ അന്യായ അത്യാചാർക്കാർ നാമോ നിശാൻ തക് നഹി ഹോഗ, അവിടെ അന്യായങ്ങൾക്കും അത്യാചാരങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഭ്രഷ്ടാചാര ജാതീയ ചിന്തകൾക്കും ഒന്നും യാതൊരുവിധ പ്രസക്തിയുമില്ല, അതിനെ വേരോടെ പിഴുതെറിയപ്പെടുന്ന ഒരു രാജ്യമാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അനുവർത്തിക്കായി. മാർട്ടിൻ ലൂതർ കിങ് കിസ് സത്യക്കോ പ്രത്യക്ഷ മാനത്തെ ഹൈ, അതിന്റെ ഉത്തരം പേജ് നമ്പർ 50 1 സബി ഇൻസാൻ ബരാബർ പൈദാ ഹുയേ ഹൈ, എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ള സത്യത്തെയാണ് അദ്ദേഹം മാനിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ജോർജിയയിലെ ലാൽ പഹാഡോ സെ സംബന്ധ ഉൻകാ സപ്ന ക്യാ, ജോർജിയയിലെ ചുവന്ന പർവ്വതത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സങ്കല്പം എന്താണ്? पूर्व गुलामों के पुत्र और गुलाम मालिकों के पुत्र भाईचारे की मेज पर एक साथ बैठ सकेंगे, അദ്ദേഹത്തിന്റെ സ്വപ്നം ഇതാണ്. പൂർവ്വ ഗുലാമോं के पुत्र, നമുക്ക് മുൻപുള്ള അടിമകളുടെ മക്കളും ഗുലാം മാലിക്കോं के पुत्र, അടിമകളായിട്ടുള്ള യജമാനന്മാരുടെ മക്കളും ഭായിച്ചാരയ്ക്ക് മേസ്, സാഹോദര്യത്തിന്റെ മേശയിൽ ഒരുമിച്ചിരിക്കട്ടെ. യഹി ജോർജിയ കെ ലാൽ പഹാഡോ സെ സംബന്ധിച്ച് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ കാ സപ്ന, ഇതാണ് ജോർജിയയിലെ ചുവന്ന പർവ്വത നിരകളെ സംബന്ധിച്ചുള്ള മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ സ്വപ്നം. അടുത്ത മൂന്നാം, भ्रष्ट जातिवाद के खिलाफ मार्टिन लूथर किंग जूनियर का सपना क्या है? भ्रष्ट जातिवाद के खिलाफ
ജാതീയ വംശീയ അധിക്ഷേപങ്ങൾക്കെതിരെ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിന്റെ സ്വപ്നം എന്താണ്? छोटे छोटे अश्वेत लड़के और लड़कियां छोटे छोटे श्वेत लड़के और लड़कियों का हाथ भाई बहन के समान थाम सकेंगे. ചെറിയ ചെറിയ അശ്വേത് ലടുക്കി കറുത്ത വർഗ്ഗക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ചെറിയ ചെറിയ വെള്ള ആൺകുട്ടികളും വെളുത്ത പെൺകുട്ടികളും ഒരുമിച്ച് ഭായി ബഹൻ കെ സമാൻ താം സക്കേंगे. സഹോദരി സഹോദരന്മാരെ പോലെ കൈകെട്ടി കോർത്തു പിടിക്കട്ടെ. യഹി ഭ്രഷ്ട ജാതിവാദ് കെ ഖിലാഫ് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ का सपना. ഇതാണ് ഭ്രഷ്ട ജാതിവാദ്, തികച്ചും വംശീയ അധിക്ഷേപത്തിന് എതിരെ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിന്റെ സ്വപ്നം. ഈശ്വർ की महिमा कैसे दिखाई देगी. എങ്ങനെ എപ്പോഴാണ് ഈശ്വരന്റെ മഹത്വം കാണാൻ കഴിയുക? ഇതെല്ലാം ഞാൻ ക്ലാസ് പറഞ്ഞതാണ് അല്ലേ, റിപ്പീറ്റ് ചെയ്യുന്നൊന്നുമില്ല. ആൻസർ പേജ് നമ്പർ 51 एक दिन हर घाटी ऊंची हो जाएगी. ഒരു ദിവസം എല്ലാ താഴ്വാരങ്ങളും ഉയർന്നു നിൽക്കും എന്നും हर एक पहाड़ नीचे हो जाएगा. എല്ലാ പർവ്വതനിരകളും താഴെ എത്തുമെന്നും बैठेंगे स्थान सपाट हो जाएगी. ചിന്നിച്ചെതറി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം സമതലം ഒരുമിച്ചാവുമെന്നും और टेटे मेटे रास्ते सीधे हो जाएंगे. വളഞ്ഞും പുളഞ്ഞുമായ വഴികളെല്ലാം നേരെയാവുമെന്നും സ്വപ്നം കാണും. तब ईश्वर की महिमा दिखाई देगी. അപ്പോൾ ഈശ്വരന്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയും. 5. മാർട്ടിൻ ലൂഥർ കിങ് किन किन विश्वासों के साथ दक्षिण वापस जाना चाहते हैं. ഏതെല്ലാം വിശ്വാസത്തോടു കൂടിയാണ് മാർട്ടിൻ ലൂഥർ കിങ് തെക്കോട്ടേക്ക് തെക്കൻ അമേരിക്കയിലോട്ട് മാറാൻ ആഗ്രഹിക്കുന്നത്? മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ का विश्वास है निराशा के पर्वत को आशा के पत्थर से काट जाएंगे. നിരാശയാകുന്ന പർവ്വതത്തിനെ ആശയാകുന്ന കല്ലുകൊണ്ട് മുറിച്ചു മാറ്റുമെന്നും कलह के कोलाहल को भाईचारे के मधुर स्वर में बदल पाएंगे. കലഹമാകുന്ന വഴക്കാകുന്ന കോലാഹലങ്ങളെല്ലാം ഭായിച്ചാരെ സാഹോദര്യത്തിന്റെ മധുരസ്വരത്തിൽ മാറ്റിയെടുക്കുമെന്നും അദ്ദേഹം സ്വപ്നം കാണും. एक साथ काम कर पाएंगे, ഒരുമിച്ച് ജോലി ചെയ്യാൻ വേണ്ടി സ്വപ്നം കാണും. പൂജ कर पाएंगे, പൂജിക്കാവുന്ന സ്വപ്നം കാണുന്നു. സംഘർഷ कर पाएंगे, ഒരുമിച്ച് തന്നെ നമുക്ക് സംഘർഷം ചെയ്യാം. एक साथ जेल जा पाएंगे, ഒരുമിച്ച് ജയിലിലോട്ട് പോകാം. और एक दिन मुक्त हो जाएंगे, ഒരു ദിവസം നമ്മൾ മുക്തരാവുകയും ചെയ്യും. സ്വപ്നമാണ് അദ്ദേഹം തെക്കോട്ട് പോകുമ്പോൾ നമ്മളോട് പങ്കുവയ്ക്കുന്ന ആ പ്രസംഗത്തിലൂടെ. മനസ്സിലായല്ലോ? ഒറ്റ വാക്കി പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളാണ് പഠിക്കേണ്ടത്. ആശയം മനസ്സിലായി കാണും. 2-3 പ്രാവശ്യം കേട്ടാൽ മനസ്സിലാകത്തില്ല. 2-3 പ്രാവശ്യം കേൾക്കുക, എന്നിട്ട് വായിക്കുക. പിന്നെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം, ഇവിടെ ഒരു വിശ്ലേഷണാത്മക വാചകം കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് ഇപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി അത് ഇമ്പോർട്ടൻ്റ് അല്ല. സ്വതന്ത്രത മേറ ജന്മസിദ്ധ അധികാർ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ചയാൾ ഇന്ത്യയിലുണ്ട്. ആരാ? ബാൽ ഗംഗാധർ തിലക്. बाल गंगाधर तिलक के इस विचार की तुलना मार्टिन लूथर किंग जूनियर के सपने से करें. ഫ്രീഡം ഈസ് മൈ ബർത്ത്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശം എന്ന് പ്രഖ്യാപിച്ച ബാൽ ഗംഗാധർ തിലകിന്റെ പ്രസംഗവും മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെ പ്രസംഗവും തമ്മിൽ നിങ്ങൾ ഒന്ന് കമ്പാരിസൺ ചെയ്താൽ ദേശസ്നേഹം രണ്ടിലും നമുക്ക് മുന്നിട്ട് നിൽക്കുന്നത് എന്താ? ആശയമെല്ലാം ഒന്ന് തന്നെയാണ്. ദേശസ്നേഹം, ദേശം സ്വാതന്ത്ര്യമാവുക, അടിമകൾക്ക് വശം കെടാതിരിക്കുക, ഇതൊക്കെയാണ് ഇവർ രണ്ടുപേരും സ്വപ്നം കണ്ടത്. അത് പരീക്ഷയ്ക്ക് വരില്ലെന്നേ. ഓക്കെ, नेक्स्ट. മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ के सपनों को चुन लें और सूचीबद्ध करें. അത് നിങ്ങളുടെ ചെയ്യേണ്ട ചോദ്യമാണ്. ഇതിനകത്ത് ഓരോ സ്വപ്നായ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ ഓരോ സ്വപ്നങ്ങൾ എന്തെല്ലാം എന്ന് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക അല്ലേ. എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഉള്ളത്? 1, എല്ലാ മനുഷ്യരും തുല്യരായിരിക്കണം എന്നുള്ളൊരു സ്വപ്നം. എല്ലാ അടിമകളുടെ മക്കളും കറുത്തവരും വെളുത്തവരും കുട്ടികളും വെളുത്തവരുടെ വർഗ്ഗക്കാരുടെ കുട്ടികളുമായിട്ട് ചേർന്ന് നിൽക്കുക എന്നുള്ള സ്വപ്നം. ഒരുമിച്ച് കൈ കൊടുക്കുക അല്ലേ. പിന്നെ എല്ലാ ഉയർന്ന സ്ഥലങ്ങളും താഴ്ന്നതാവുമെന്നും താഴ്ന്ന സ്ഥലങ്ങളെല്ലാം ഉയരുമെന്നും വളഞ്ഞു പുളഞ്ഞുള്ള സ്ഥലങ്ങൾ സമതലമാവുമെന്നും അല്ലേ. അല്ലെങ്കിൽ എല്ലാത്തിലും ഈശ്വരന്റെ മഹിമ കാണാൻ കഴിയുമെന്നൊക്കെയാണ് അദ്ദേഹം സ്വപ്നങ്ങൾ. നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചാൽ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറഞ്ഞാൽ പത്രലേഖൻ. അത് ഇമ്പോർട്ടൻ്റ് പരീക്ഷയ്ക്ക് വരും കേട്ടോ. അത് നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം. ഞാൻ എങ്ങനെയെങ്കിലും അത് നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ചു തരാം. മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ के भाषण से आप बहुत प्रभावित. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓരോരുത്തരും മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെ പ്രസംഗത്തിൽ വളരെയധികം പ്രഭാവിതരായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രസംഗത്തിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് എഴുതുന്ന കത്ത് തയ്യാറാക്കുക. ആ കത്ത് തയ്യാറാക്കണം. പത്രത്തിന് അതിനകത്ത് പ്രസംഗത്തിനെ കുറിച്ചുണ്ടാവണം. ഉചിതമായ ഭാഷാശൈലി വേണം. ഉചിതമായ ശുദ്ധ ഭാഷയുടെ പ്രയോഗം ഉണ്ടാകണം. അതെല്ലാം ചേരുമ്പോൾ ലെറ്റർ ആകുമ്പോൾ പ്ലേസും ഡേറ്റും വേണം, സംബോധന വേണം. ആർക്കൊക്കെ സുഹൃത്തിനാണ് എഴുതുന്നത്. 8 മാർക്കാണേ.
അത് ശ്രദ്ധിച്ച് ചെയ്യുക. അത് നമുക്ക് നോട്ടിൽ ചെയ്യാം. പിന്നെ ഈ പ്രസംഗത്തിൻ്റെ ആശയം മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. 2 ചോദ്യങ്ങളിലെ ശരിയായ ഉത്തരങ്ങൾ എഴുതാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. പ്രസംഗത്തിനെ രൂപാന്തരം ചെയ്യാൻ വെച്ചാൽ പ്രസംഗം എന്താക്കി മാറ്റാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ഡയറി ആകാം, ലെറ്റർ ആകാം, മനസ്സിലായി, റിപ്പോർട്ടാകാം, ആ രീതിക്ക് മാറ്റാൻ നിങ്ങൾ തയ്യാറാവണം. ഒരു പ്രസംഗം തയ്യാറാക്കാൻ പറഞ്ഞാൽ തയ്യാറാക്കണം. ഇത്രയും കാര്യങ്ങളാണ്, ഈ ശേഷികളാണ് ഈ പാഠഭാഗത്തിൽ നിന്നും നിങ്ങൾ എഴുതാൻ അല്ലെങ്കിൽ ശേഷികൾ നേടാൻ ഈ പാഠം വിഭാവനം ചെയ്യും. പിന്നെ പ്രൊഫൈൽ എഴുതുക. ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലും കൂടെ തയ്യാറാക്കാം. നോട്ട്സ് കംപ്ലീറ്റ് ആവും. അത് പഠിച്ചുകൊള്ളുക. പരീക്ഷ ഉടനെ എത്തും. തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ സ്വപ്നത്തിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഒഴിവാക്കാൻ പറ്റത്തില്ല. ഫോക്കസ് ഏരിയയിലും ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം അതിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നാൽ അറിയുന്ന ഉത്തരങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ 2-3 പ്രാവശ്യം വായിച്ചു നോക്കുക. താങ്ക് യു. ധന്യവാദം.